ഓം സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ സർവത്ര ദേവീനാമ സങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്यै നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദര മന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഗോവിന്ദ ഗോവിന്ദ ഹരേ മുരാരേ ഗോവിന്ദ ഗോവിന്ദ മുകുന്ദ കൃഷ്ണ ഗോവിന്ദ ഗോവിന്ദ രഥാംഗപാണി ഗോവിന്ദ ഗോവിന്ദ നമോ നമസ്തേ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ ജഗദംബികായൈ നമഃ. നമസ്തേ നമസ്തേ പ്രിയ ഹരേ കൃഷ്ണ കുടുംബത്തിലെ സജ്ജനങ്ങളെ, സുകൃതികളെ, എല്ലാവർക്കും ശുഭദിനം നേരുന്നു. ഇന്നത്തെ പഠന ക്ലാസ്സിലേക്ക് എല്ലാവരെയും ഞാൻ വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. പണ്ഡിതാഗ്രേസരനും ദേവിയുടെ ഇഷ്ടഭക്തനുമായ ശ്രീ പാലേലി നാരായണൻ നമ്പൂതിരിയാൽ വിരചിതമായ ദേവി നാരായണീയം എന്ന ഈ കൃതി ഒരു ദേവീ സ്തുതിയാണ്. ശ്രീ വേദവ്യാസനാൽ രചിക്കപ്പെട്ടിട്ടുള്ള ശ്രീമദ് ദേവി മഹാഭാഗവതത്തിന്റെ സംഗ്രഹമായി ശ്രീ പാലേലി നാരായണൻ നമ്പൂതിരി രചിച്ചിട്ടുള്ള ദേവി നാരായണീയം എന്ന ഈ കൃതി അദ്ദേഹത്തിന്റെ സ്വയം നിവേദ്യമാണ്. ദേവി നാരായണീയത്തിൽ ആകെ 41 ദശകങ്ങളാണ് ഉള്ളത്. അതിൽ 1 മുതൽ 26 വരെയുള്ള ദശകങ്ങൾ നാം ഇതിനോടകം പഠിച്ചു കഴിഞ്ഞു. ഇപ്പോൾ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് ദശകം 27 ശതാക്ഷി അവതാരം. അതിൽ 1 മുതൽ 6 വരെയുള്ള ശ്ലോകങ്ങളുടെ പാരായണം, പദച്ഛേദം, അന്വയം, വ്യാഖ്യാനം എന്നിവയെല്ലാം നാം അനുസ്മരിച്ചു കഴിഞ്ഞു. ഇന്ന് നാം അനുസ്മരിക്കുമെന്നത് ശ്ലോകങ്ങൾ 7, 8, 9, 10, 11, 12. ഈ ശ്ലോകങ്ങളുടെ പാരായണം, പദച്ഛേദം, അന്വയം, വ്യാഖ്യാനം എന്നിവയെല്ലാം പഠിക്കാം. ആദ്യം ശ്ലോകപാരായണത്തിലേക്ക്. ശ്രീ ദേവി നാരായണീയം ദശകം 27 ശതാക്ഷി അവതാരം. ശ്ലോകം 7 പാരായണം. ക്ഷുത്പീഡിതാനാം ച ചരാചരാണാം സർവത്ര നാനാവിധം അന്നം ഇഷ്ടം സ്വാദൂനി മൂലാനി ഫലാനി ചാദാഹ ശാകംഭരീതി പ്രഥിതാ തതോ ഭൂ. ശ്ലോകം 8. ദൈത്യസ്തു വിജ്ഞായ സമസ്തമസ്ത്രശസ്ത്രൈ സസൈന്യഃ പ്രഹരൻ വപുസ്തി രണാങ്കണേ സായകവിദ്ധഗാത്ര സശബ്ദമുർവ്യാം തരുവത് പപാത. ശ്ലോകം 9. സ ചാസുരാത്മാ ഖലു വേദമന്ത്രാൻ ചിരം പഠം സ്വാമഭിവീക്ഷമാണ ഗതായുരാവിശ്യ പരാത്മനി ത്വയ്യവാപമുക്തിം മിഷതാം സുരാണാം വേദാൻ ഹൃദാനബ്ജഭവാനനേ ത്വം പുനശ്ച നിക്ഷിപ്യ ജഗത്സുരക്ഷാം കൃത്വാനുതാ ദേവഗണൈർനരൈശ്ച തുഷ്ടാതിരോ ഭൂഃ കരുണാർദ്രനേത്ര. ശ്ലോകം 11. ഭക്തസ്യ വൈ ദുർഗതിനാശിനീ ത്വം സുഖപ്രദാ ദുർഗമഹന്ത്രി മാതഃ ദുർഗേതി നാമ്നാ വിദിതാ ച ലോകേ വിചിത്രരൂപാസ്തവ ദേവി ലീലാഃ. ശ്ലോകം 12. കോപ്യസ്തി ചിത്തേ മമ ദുർഗമോയം ജ്ഞാതസ്ത്വയാ നൈവ മയാ തു ദേവി യഃ സന്തതം ദ്രുഹ്യതി മേ തമാശു
സംഹൃത്യ മാം രക്ഷ നമോ നമസ്തേ. സർവത്ര ദേവീ നാമസങ്കീർത്തനം. ശ്രീ മഹാദേവീ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ശ്ലോകം 7. പദച്ഛേദം, അന്വയം, വ്യാഖ്യാനം. പദച്ഛേദം. ക്ഷുത്പീഡിതാനാം ച ചരാചരാണാം സർവത്ര നാനാവിധം അന്നം ഇഷ്ടം സ്വാദൂനി മൂലാനി ഫലാനി ച അതാഹ ശാകംഭരി ഇതി പ്രതിതാ തതഃ അഭൂവ. അന്വയാർത്ഥം നോക്കാം. സർവത്ര ക്ഷുത്പീഡിതാനാം, സർവത്ര വിശന്നു വലഞ്ഞിരുന്ന ചരാചരാണാം, ചരാചരങ്ങൾക്ക് ഇഷ്ടം നാനാവിധം അന്നം ച, ഇഷ്ടമായ പലതരം അന്നത്തെയും സ്വാദൂനി മൂലാനി ഫലാനി ച, സ്വാദുള്ള ഫലമൂലങ്ങളെയും അതാഹ അവിടുന്ന് നൽകി. തതഃ അതിനാൽ അന്നു മുതൽ ശാകംഭരി ഇതി, ശാകംഭരി എന്ന പേരിൽ പ്രതിത അഭൂഹു അവിടുന്ന് പ്രസിദ്ധയായി. ഈ ശ്ലോകത്തിന്റെ വ്യാഖ്യാനത്തിലേക്ക് പ്രവേശിക്കാം. ദശകം 27 ശതാക്ഷി അവതാരമാണ് അല്ലെ. അതിൽ ദേവി ശതാക്ഷിയും ശാകംഭരിയുമായി അവതരിച്ച കഥയാണ് ഇതിൽ പറയുന്നത്. അതിൽ കഴിഞ്ഞ 6-ാമത്തെ ശ്ലോകത്തിൽ ശതാക്ഷി എന്ന പേര് ദേവിക്ക് ലഭിച്ചതിനെ കുറിച്ച് പറഞ്ഞു. 100 കണ്ണുകളോടുകൂടി ഭക്തന്മാരുടെ മുന്നിൽ പ്രത്യക്ഷയായതുകൊണ്ട് ദേവിക്ക് ശതാക്ഷി എന്ന പേര് വന്നു. ആ ദേവിയുടെ കണ്ണുകളിൽ നിന്നും 9 ദിവസം തുടർച്ചയായിട്ട് കാരുണ്യാശ്രുക്കൾ ഒഴുകിക്കൊണ്ടുവന്നതോടുകൂടി ആ ദേവിയുടെ കൃപാവർഷത്താൽ ഭൂമിയിലെ എല്ലാ ജലാശയങ്ങളിലും വെള്ളം നിറഞ്ഞു എന്നുകൂടി അവിടെ സൂചിപ്പിച്ചിരുന്നു. ഈ ശ്ലോകത്തിൽ പറയുന്നു, ഏറെ കാലമായി മഴയില്ലായിരുന്നു അല്ലേ. കുറെ കാലം ഭൂമിയിൽ മഴയില്ലാതായപ്പോൾ സർവ്വജീവജാലങ്ങളും ദാഹം കൊണ്ട് വലഞ്ഞു. ജലാശയങ്ങളിലൊക്കെ ജലമൊന്നും ഇല്ലാതായതോടുകൂടി എല്ലാ ജീവജാലങ്ങൾക്കും ദാഹം നേരിട്ടു. എന്നാൽ ശതാക്ഷി ദേവിയുടെ കൃപയുടെ അനുഗ്രഹത്താൽ അല്ലെങ്കിൽ കൃപാശ്രുക്കൾ വർഷിച്ചതോടെ ആ ദുഃഖങ്ങളെല്ലാം ഇല്ലാതെയായി. ഇനിയുള്ളത് അവർക്ക്, ആ ജീവജാലങ്ങൾക്ക് വിശപ്പ് മാറണം. അതിനു വേണ്ട അന്നം ദേവി അവർക്ക് വേണ്ടുവോളം നൽകുകയും ചെയ്തു. ഓരോ തരം ജീവിക്കും ഓരോ തരം അന്നമാണ് ഇഷ്ടം. അപ്പോൾ ഓരോരുത്തർക്കും ഇഷ്ടമായ അന്നം ദേവി എല്ലാവർക്കും അനുഗ്രഹം കൊണ്ട് കൊടുത്തു, അവർക്ക് നൽകി. അവർക്കത് വേണ്ടുവോളം ഫലമൂലങ്ങളും ആ ദേവി നൽകി. അന്നു മുതൽക്ക് ദേവിയെ ശാകംഭരി എന്ന പേരിൽ അറിയപ്പെട്ടു. ആ ദേവി ശാകംഭരി എന്ന പേരിൽ പ്രസിദ്ധയായി. ശാകം എന്നാൽ എന്താണ്? സസ്യം അഥവാ പച്ചക്കറി എന്നൊക്കെയാണ് അർത്ഥം. അത് നിറയെ നൽകിയവൾ എന്ന രീതിയിൽ ദേവിയെ ശാകംഭരി എന്ന് ജനങ്ങൾ വിളിക്കുവാൻ തുടങ്ങി. ഇനി ശ്ലോകം 8 പദച്ഛേദം. ദൈത്യഃ തു വിജ്ഞായ സമസ്തം അസ്ത്രശസ്ത്രൈഃ സസൈന്യഃ പ്രഹരൻ വപുഃ തേ രണാങ്കണേ സായകവിദ്ധഗാത്രഃ സശബ്ദം ഉർവ്യാം തരുവത് പപാത. അന്വയം നോക്കാം. ദൈത്യഃ തു സമസ്തം വിജ്ഞായ, ആ ദുർഗമാസുരനാകട്ടെ എല്ലാം അറിഞ്ഞ് അസ്ത്രശസ്ത്രൈഹി, അസ്ത്രശസ്ത്രങ്ങൾ കൊണ്ട് തേവപുഹു പ്രഹരൻ, ദേവിയുടെ ദേഹത്തില് അസ്ത്രശസ്ത്രങ്ങൾ കൊണ്ടൊക്കെ പ്രഹരിച്ചു. രണാങ്കണേ, യുദ്ധഭൂമിയിൽ സായകവിദ്ധഗാത്ര, അമ്പുകളേറ്റ് ശരീരം മുറിഞ്ഞ് സശബ്ദം മുർവ്യാം, ആരവത്തോടെ ഭൂമിയിൽ തരുവത് പപാത, മരം പോലെ ആ അസുരൻ മറിഞ്ഞു വീണു. അപ്പൊ ഇവിടെ അസുരൻ, ദുർഗമാസുരൻ ദേവിയുമായിട്ട് നേരിട്ട് യുദ്ധത്തിന് വരികയാണ്. എന്താണ് ഈ 8-ാമത്തെ ശ്ലോകത്തിന്റെ വ്യാഖ്യാനം എന്താന്ന് വെച്ചാൽ, ദൈത്യഹാത്തു സമസ്തം വിജ്ഞായ, അസുരൻ, ആ ദുർഗമാസുരനൊക്കെ എല്ലാ വിവരങ്ങളൊക്കെ അറിഞ്ഞ് അസ്ത്രശസ്ത്രങ്ങൾ കൊണ്ടൊക്കെ ദേവിയുടെ ശരീരത്തിൽ പ്രഹരിച്ചു. ദേവിയോ യുദ്ധഭൂമിയില് അമ്പുകളേറ്റ് ശരീരം, ദേവിയുടെ അമ്പുകൾ ഏറ്റ് അസുരന്റെ ശരീരത്തിലൊക്കെ, യുദ്ധഭൂമിയിൽ അമ്പുകളിലേറ്റ് ശരീരം മുറിഞ്ഞ് വളരെ വലിയ ശബ്ദത്തോടുകൂടി അസുരൻ മരം പോലെ മറിഞ്ഞു വീഴുകയും ചെയ്തു. ദുർഗമാസുരൻ ദേവന്മാരെ ജയിക്കുവാൻ വേണ്ടിയിട്ടാണല്ലോ, ദേവന്മാരെ ജയിക്കാനായിട്ടാണ് ബ്രഹ്മാവിൽ നിന്ന്
ബ്രഹ്മാവിനെയൊക്കെ തപസ് ചെയ്ത് പ്രസന്നനാക്കി ബ്രഹ്മാവിനോട് വേദമന്ത്രങ്ങളും വേദേതര മന്ത്രങ്ങളും ഒക്കെ തനിക്ക് സ്വന്തമായി നൽകണമെന്ന് അഭ്യർത്ഥിച്ചത്. ബ്രഹ്മാവ് അസുരൻ അത് നൽകുകയും ചെയ്തു. ഈ വേദം കൈവശം ഉണ്ടായിരുന്നത് കൊണ്ട് അസുരന്മാർക്ക് ഒരു തരത്തിലൊരു പീഡയും ഉണ്ടായിരുന്നില്ല. അവർ സുഖമായിട്ട് കഴിയുകയാണ്. ത്രിലോകങ്ങളിലൊക്കെ ദുഃഖമാണ്. ആ ദുഃഖം കാണുമ്പോൾ ആ അസുരന്മാർ സന്തോഷിക്കുകയാണ്. ഇതാണ് ആസുരീയമായ ചിന്ത. മറ്റുള്ളവരുടെ ദുഃഖം കാണുമ്പോൾ സന്തോഷിക്കുക എന്ന്, അത് ആസുരീ ചിന്തയാണ്. അവർ അങ്ങനെ സന്തോഷിച്ചിരിക്കുമ്പോഴാണ് ആ ദേവിക്ക് ഈ അസുരൻ ത്രിലോകത്തിന്റെ ദുഃഖമൊക്കെ കണ്ട് സന്തോഷിക്കുകയാണ്. അപ്പോഴാണ് അപ്രതീക്ഷിതമായിട്ട് അവിടെ മഴ പെയ്തത്. എന്ന് മാത്രമല്ല, മാലോകരുടെ വിശപ്പും ദാഹവും ഒക്കെ മാറി. അല്ലേ? കഴിഞ്ഞ ശ്ലോകത്തിൽ അമ്മ ഫലമൂലങ്ങളും അന്നവും ഒക്കെ അവർക്ക് നൽകി. അതുകൊണ്ടാണ് ദേവി ശാകംഭരി എന്ന പേരിൽ അറിയപ്പെട്ടത്. അപ്പോ മാലോകരുടെ വിശപ്പും ദാഹവും ഒക്കെ മാറി. ദുർഗമാസുരൻ ഇതെല്ലാം കണ്ടു. എന്നിട്ട് എന്താ ചെയ്ത്? തൻ്റെ സൈന്യങ്ങളെയൊക്കെ കൂട്ടി ദേവിയോട് യുദ്ധം ചെയ്യാൻ തയ്യാറായിട്ട് വന്നു. ഘോരമായ യുദ്ധം നടന്നു. ദേവിയോട് യുദ്ധം ചെയ്താലേ എന്താ ഉണ്ടാവുക? ആ ദേവിയുടെ അമ്പുകളേറ്റ അസുരൻ യുദ്ധഭൂമിയിൽ മരം പോലെ മറിഞ്ഞു വീണു എന്നാണ് പറയുന്നത്. ദേവിയും അസുരനും തമ്മിൽ അതിഘോരമായ യുദ്ധമാണ് നടന്നത്. ദേവിയുടെ അമ്പുകളേറ്റ ആ അസുരൻ ഒരു മരം മറിഞ്ഞു വീഴുന്നത് പോലെ യുദ്ധഭൂമിയിൽ വീണു എന്നാണ് പറയുന്നത്. ഇനി ശ്ലോകം 9 പദച്ഛേദം നോക്കാം. സഹ ച അസുരാത്മാ ഖലു വേദമന്ത്രാൻ ചിരം പഠൻ ത്വാം അഭിവീക്ഷമാണഃ ഗതായുഃ ആവിശ്യ പരാത്മനി ത്വയി അവാപ മുക്തിം മിഷതാം സുരാണാം. അന്വയം. സഹ അസുരാത്മാ ചിരം, ആ അസുരാത്മാവ് കുറെ കാലം, ചിരകാലം വേദമന്ത്രാൻ പഠൻ, വേദമന്ത്രങ്ങളൊക്കെ തൻ്റെ കയ്യിലുണ്ടല്ലോ, അപ്പോൾ വേദമന്ത്രങ്ങളൊക്കെ ഉച്ചരിക്കുകയാൽ ത്വാമഭിവീക്ഷമാണഃ, അവിടുത്തെ നേരിൽ കണ്ടുകൊണ്ട് ഗതായുഹു ചാഖലു, പ്രാണൻ വെടിയുകയാലും പരമാത്മനി ത്വയി, അവിടുന്നാകുന്ന പരമാത്മാവിൽ ആവിശ്യ ആവേശിച്ച് സുരാണാം മിഷതാം, ആരാണ് സുരന്മാര്? ദേവന്മാര്. ദേവന്മാര് നോക്കിക്കൊണ്ടിരിക്കെ അവൻ മുക്തിം അവാപ, മുക്തിയെ പ്രാപിച്ചു. അതായത് ദേവന്മാരെ തോൽപ്പിക്കാനായിട്ടാണ് അസുരൻ കുറെ കാലം വേദമന്ത്രങ്ങളൊക്കെ കൈവശം വെച്ചുവല്ലോ. അക്കാലത്തൊക്കെ ഈ അസുരൻ വേദമന്ത്രങ്ങളൊക്കെ ഉച്ചരിച്ചിട്ടുണ്ടാവാം. അതിൻ്റെ ആ വിശുദ്ധി ആർജിച്ചതുകൊണ്ട് ദേവിയെ ആ അസുരനെ നേരിൽ കാണാനും കണ്ടുകൊണ്ട് മരിക്കാനും സാധിച്ചു. കാണുവാനും വേദമന്ത്രങ്ങളുടെ ഉച്ചാരണവും, ഈ 2 കാരണങ്ങൾ കൊണ്ട് ആ അസുരന് മുക്തി ലഭിക്കുവാൻ സാധിച്ചു. അല്ലെങ്കിൽ ആ അസുരൻ മുക്തി ലഭിക്കുവാൻ അർഹത നേടി. ദേവന്മാർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ അസുരന് സായുജ്യമുക്തിയാണ് ലഭിക്കുന്നത്. ദേവിയുടെ ആയുധം മാറിൽ കൊണ്ടതോടെ അസുരൻ ഇഹലോക ജീവിതം വെടിഞ്ഞ് സായുജ്യമുക്തി സമ്പാദിച്ചു. ആ അസുരന്റെ ഒരു ഭാഗ്യം നോക്കൂ. അസുരനാണ്, പക്ഷേ ദേവിയുടെ ആയുധമാണ് മാറിൽ കൊണ്ടത്. ആ അസുരന്റെ മാറിൽ കൊണ്ടു. ആ അസുരൻ ഇഹലോക ജീവിതമൊക്കെ വെടിഞ്ഞ് സായുജ്യമുക്തി നേടുകയും ചെയ്തു എന്ന് പറയുന്നു. ഇനി ശ്ലോകം 10 പദച്ഛേദം നോക്കാം. വേദാൻ ഹൃതാൻ അബ്ജഭവാനനീത്വം പുനഃ ച നിക്ഷിപ്യ ജഗത് സുരക്ഷാം കൃത്വാ നുതാ ദേവഗണൈഃ നരൈഃ ച തുഷ്ടാ തിരോഭൂഃ കരുണാർദ്രനേത്ര. ഹൃതാൻ വേദാൻ, അപഹരിക്കപ്പെട്ട വേദങ്ങളെ അവിടുന്ന് പുനശ്ച അബ്ജഭവാനനെ, വീണ്ടും ബ്രഹ്മാവിൽ നിന്നാണല്ലോ, ബ്രഹ്മാവിന്റെ മുഖത്താണ് വേദം അല്ലെ. അപ്പൊ ആ ബ്രഹ്മാവിന്റെ മുഖത്ത് തന്നെ നിക്ഷേപിച്ച് ജഗത് സുരക്ഷാം കൃത്വാ, ജഗത്തിന്റെ സുരക്ഷയെ ചെയ്ത് ദേവഗണൈഃ നരൈഃ ച, ദേവസംഘങ്ങളാലും മനുഷ്യരാലും നുതാതുഷ്ട, സ്തുതിക്കപ്പെട്ട് സന്തുഷ്ടയായി കരുണാർദ്രനേത്ര, കരുണയാൽ നനഞ്ഞ കണ്ണുകളോടെ തിരോഭൂഹു, തിരോഭവിച്ചു, അന്തർദാനം ചെയ്തു.
അതായത് ഹൃതാൻ വേദാന്ത്വം, അപഹരിക്കപ്പെട്ട ആ വേദങ്ങളെ അല്ലയോ ദേവി അവിടുന്ന് പുനശ്ച അബ്ജഭവാനനെ വീണ്ടും ആ ബ്രഹ്മാവിന്റെ മുഖത്ത് തന്നെ നിക്ഷേപിച്ചിട്ട് ലോകത്തിന്റെ സുരക്ഷയെ വേണ്ടതുപോലെ ചെയ്ത് ലോകത്തിൽ ഇനി ആരും അരക്ഷിതാവസ്ഥയിലേക്ക് പോകരുത് എന്ന രീതിയിൽ സുരക്ഷിതമായ സ്ഥലത്തേക്കെല്ലാം മാറ്റി ആ ദേവി. ദേവഗണൈഹി നരൈഹീച്ച, ദേവസംഘങ്ങളും മനുഷ്യരും അവരെല്ലാവരും ദേവിയെ സ്തുതിച്ചു. അവരുടെ സ്തുതിയിൽ ദേവി വളരെ സന്തുഷ്ടയായി. കരുണാർദ്രനേത്ര, കരുണ കൊണ്ട് ആർദ്രമായ കണ്ണുകളോടുകൂടിയ ആ ദേവി തിരോഭൂഹു, ആ ദേവി അവിടുന്ന് അപ്രത്യക്ഷയായി തിരോധാനം ചെയ്തു. അസുരൻ അപഹരിച്ച ആ വേദങ്ങളെ ദേവി വീണ്ടും ബ്രഹ്മാവിന്റെ മുഖത്ത് തന്നെ നിക്ഷേപിച്ചു. അങ്ങനെ ലോകത്തെ ആ മഹാവിപത്തിൽ നിന്നൊക്കെ ദേവി രക്ഷിച്ചു. ദേവന്മാരും മനുഷ്യരും ദേവിയെ വളരെ ഭക്തിയോടുകൂടി സ്തുതിച്ചു. അവരുടെ സ്തുതിയിൽ ദേവി അത്യധികം സന്തുഷ്ടയാവുകയും എല്ലാവരെയും അനുഗ്രഹിച്ച് അവിടെ നിന്ന് അന്തർധാനം ചെയ്തു, അവിടെ നിന്ന് മറഞ്ഞുപോയി എന്ന് പറയുന്നു. ഇനി ശ്ലോകം 11 പദച്ഛേദം നോക്കാം. ഭക്തസ്യ വൈ ദുർഗതി നാശിനി ത്വം സുഖപ്രദ ദുർഗമഹന്ത്രി മാതഃ. ദുർഗ ഇതി നാമ്ന വിദിതാ ച ലോകേ വിചിത്രരൂപാഃ തവ ദേവി ലീലാഃ. ഹേ ദുർഗമഹന്ത്രി, ഹേ മാതഃ, ദുർഗമനെ വധിച്ച അമ്മേ. ഇവിടെ ശ്ലോകത്തിൽ പറയുന്നത് എന്താണ്? വിചിത്ര രൂപസ്തവ ഖൽവനുഗ്രഹ. അത് നാരായണീയത്തിൽ നാം കേട്ടിട്ടുണ്ട് അല്ലേ? മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് പറയുന്നുണ്ട്. അതുപോലെ ഇവിടെ ശ്രീ പാലേലി നാരായണ നമ്പൂതിരി പറയുകയാണ്. എന്താണ്? വിചിത്ര രൂപ തവ ദേവി ലീല. അവിടുത്തെ ആ ദേവിയുടെ ലീലകള്, ലീലാവിലാസങ്ങള് വളരെ അത്ഭുതകരങ്ങൾ തന്നെയാണ് എന്ന് പറയുന്നു. ഹേ ദുർഗമഹന്ത്രി, അല്ലയോ ദേവി, ദുർഗമനെ വധിച്ച ദേവി അമ്മേ. ത്വം വൈ ഭക്തസ്യ, അവിടുന്നാണ് ഭക്തന്റെ ദുർഗതിയെ നശിപ്പിക്കുന്നത്, ദുർഗതി നാശിനി, അല്ലെങ്കിൽ ആ ഭക്തന്റെ ദുർഗതിയൊക്കെ ഇല്ലാതെയാക്കുന്നത്. അതേപോലെ അവിടുന്ന് എല്ലാവർക്കും സുഖത്തെയും നൽകുന്നു. അതുകൊണ്ട് അമ്മയ്ക്ക് എന്താ പേര് ഉണ്ടായത്? ദുർഗ ഇതി നാമ്ന. ദുർഗ എന്ന പേര് അവിടത്തേക്ക് ലഭിച്ചു. ലോകമെങ്ങും അങ്ങ് ദുർഗ എന്ന പേരിൽ പ്രസിദ്ധയായി. ഹേ ദേവി തവ ലീലാഹ വിചിത്ര രൂപാഹ, അല്ലയോ ദേവി അവിടുത്തെ ലീലാവിലാസങ്ങൾ അത്ഭുതകരങ്ങൾ തന്നെ എന്ന് പറയുന്നു. ആ മഹാദേവി ഭക്തന്റെ ദുർഗതിയെ നശിപ്പിക്കുന്നവളാണെന്ന് പല പല കഥകളിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അല്ലേ? ഇപ്പോ ഭക്തന്മാരെ രക്ഷിക്കുന്നതിനായി ദുർഗമൻ എന്ന അസുരനെ നിഗ്രഹിച്ചു. ആ കഥ പറഞ്ഞു. യഥാർത്ഥത്തിൽ ദേവി ആ ദേവന്മാരെ എന്നതിനേക്കാൾ ഏറെ അനുഗ്രഹിച്ചത് ആരെയാണ്? ഈ ദുർഗമാസുരനെയാണ് അല്ലെ? ദേവന്മാരുടെ ശത്രുവായ അസുരൻ, ആ അസുരന് ദേവന്മാർ നോക്കി നിൽക്കെ ദേവി സായുജ്യമുക്തി നൽകി എന്നാണ് പറയുന്നത്. ദേവന്മാർ ഇനിയും സുഖദുഃഖങ്ങളിൽ കുരുങ്ങും. അസുരന്മാരുടെ എല്ലാ പ്രശ്നങ്ങളും ഇതോടെ തീർന്നു. അതേ ദേവിയുടെ അസുര നിഗ്രഹം അത് ഒരു അനുഗ്രഹം തന്നെയാണ്. അതായത് ആ ദേവി തന്നെയാണ് ഈ അസുരന് സായുജ്യമുക്തി നൽകിയത്. അതോടുകൂടി അസുരന്മാരുടെ പ്രശ്നങ്ങളൊക്കെ തീർന്നു അല്ലെ? അതെ, ദേവിയുടെ അസുര നിഗ്രഹം അതൊരു അനുഗ്രഹം തന്നെയാണ്. എല്ലാം ദേവിയുടെ ലീലകൾ ആണ്. നിത്യനൂതനമാണ്, അത്ഭുതകരമാണ്, വിചിത്രങ്ങളാണ്. ദുർഗമാസുരനെ നിഗ്രഹിച്ചത് കൊണ്ട് ദേവിക്ക് ദുർഗ എന്ന പേര് ലഭിച്ചു. ഭക്തന്മാരുടെ ദുർഗതി തീർക്കുന്നവൾ എന്നും ഈ പേരിന് അർത്ഥം ഉണ്ട്. പറയുന്നില്ലേ, ദുർഗാം ദേവീം ശരണമഹം പ്രപദ്യേ. അത് ദ്വാദശാക്ഷരി മന്ത്രമാണ് ദുർഗാദേവിയുടെ. ആപതുന്മൂലന ദുർഗാസ്തോത്രത്തിൽ പറയുന്നുണ്ട്, ദുർഗാദേവീം പ്രപദ്യേ ശരണമഹമശേഷ ആപതുന്മൂലനായ. അല്ലേ? നാം ആപതുന്മൂലന സ്തോത്രമൊക്കെ പഠിക്കുന്നവരാണ്, അവർക്ക് അത് മനസ്സിലാവും. ഈ 11ാമത്തെ ശ്ലോകത്തിൽ ഇപ്രകാരം വ്യാഖ്യാനിച്ചിരിക്കുന്നു. ഇനി 12ാമത്തെ ശ്ലോകത്തിന്റെ പദച്ഛേദം നോക്കാം.
കോപി അസ്തി ചിത്തേ മമ ദുർഗമഃ അയം ജ്ഞാതഃ ത്വയാ ന ഏവ മയാ തു ദേവി യഃ സന്തതം ദൃഹ്യതി മേ തമാശു സംഹൃത്യ മാം രക്ഷ നമഃ നമഃ തേ. അന്വയം എന്താണ്? മമ ചിത്തേ കോപി. ഇവിടെ സ്തോത്രകാരനായ ശ്രീ പാലേലി ഈ ദശകം ഉപസംഹരിക്കുകയാണ്. എൻ്റെ മനസ്സിലും ഒരു ദുർഗമൻ ഉണ്ട്. എൻ്റെ മനസ്സിലൊരു ദുർഗമഹാസ്തി, ദുർഗമനുണ്ട്. അയം ത്വയാ ജ്ഞാതഃ, ഇവനെ അവിടുന്ന് അറിയുന്നു. ഹേ ദേവി മയാതുന ഏവ, ഹേ ദേവി അത് ഞാൻ അറിയുന്നില്ല. യഹ മേ സന്തതം ദൃഹ്യതി, അവൻ എന്നെ എല്ലായ്പ്പോഴും ദ്രോഹിക്കുന്നു. ആശു തം സംഹൃത്യ, വേഗത്തിൽ തന്നെ അവനെ സംഹരിച്ച് എന്നെ രക്ഷിച്ചാലും. മാം രക്ഷ തേ നമഃ നമഃ, അവിടത്തേക്ക് നമസ്കാരം നമസ്കാരം. സ്തോത്രകാരൻ ഈ ദശകം ഉപസംഹരിക്കുകയാണ്. എന്താണ്? വേദത്തെ അപഹരിക്കുന്ന ഒരു അസുരനാണ് ഒരു അസുരൻ. ആ അസുരനെ വധിക്കാനായിട്ടാണ് ദേവി ശതാക്ഷിയായി അവതരിച്ചത്, അല്ലെ? ദുർഗമാസുരനെ ശതാക്ഷിയായി അവതരിച്ച് ആ അസുരനെ വധിച്ചു. പിന്നെ തൻ്റെ ഹൃദയത്തിലും ഏതോ ഒരു ദുർഗമാസുരൻ, അതായത് സ്തോത്രകാരൻ പറയണ വേദത്തെ അപഹരിക്കുന്ന അസുരൻ വർത്തിക്കുന്നതായി എനിക്ക് തോന്നുന്നു എന്ന് സ്തോത്രകാരൻ ദേവിയെ ബോധിപ്പിക്കുകയാണ്. ആ അസുരനെ വധിച്ച് എനിക്ക് ആ വേദം, അതായത് ആ ദിവ്യമായ വേദം സ്ഥിരമായി നൽകി അവിടുന്ന് അനുഗ്രഹിക്കണം. അതിനായി അടിയൻ അങ്ങയുടെ പാദങ്ങളിൽ, ദേവിയുടെ തൃപാദങ്ങളിൽ നമസ്കരിക്കുന്നു. നമസ്കാരം നമസ്കാരം. 27-ാം ദശകം ഇപ്രകാരം ദേവി ശതാക്ഷിയായ കഥയും ശാകംഭരിയായ കഥയും ഇതിലൂടെ വർണ്ണിച്ച് ഈ ദശകത്തെ സ്തോത്രകാരൻ ഉപസംഹരിക്കുന്നു. ആ ശതാക്ഷിയും ശാകംഭരിയുമായ ആ ദേവി എല്ലാ സജ്ജനങ്ങളെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദശകം ഇവിടെ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും ജഗദംബയുടെ അനുഗ്രഹം ലഭിക്കുമാറാകട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട്